ബി.ജെ.പിയിലെ തെരഞ്ഞെടുപ്പ് കാല സാമ്പത്തിക ക്രമക്കേട് പുറത്തു വരുമ്പോൾ ബോധ്യമാകുന്നത് ഒരു കാര്യമാണ്. സംഘടിതമായും ഗവേഷണ ബുദ്ധിയോടെയും നടന്ന അഴിമതിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിയിൽ നടന്നത്. കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകുന്ന പാർട്ടിക്കൊടി വിറ്റതിലെ ഒരു തെളിവ് പോലും അത് സൂചിപ്പിക്കുന്നു. കൊടിയടക്കമുള്ള സാമഗ്രികളിലെ കമ്മീഷനടിയെക്കുറിച്ച് ബി.ജെ.പി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ സന്തോഷിന് ലഭിച്ച പരാതി ഇങ്ങനെയായിരുന്നു. കൊടി, ഷാൾ, തൊപ്പി തുടങ്ങിയ പ്രചാരണ സാമഗ്രികൾ 1.62 കോടി രൂപയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി 31 ലക്ഷം രൂപ കമ്മീഷനായി കൈപ്പറ്റി. ഒരു സംസ്ഥാന സെക്രട്ടറി കമ്മീഷൻ കൈപ്പറ്റുന്നത് പരാതിക്കാരൻ നേരിൽ കണ്ടു. ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണ്ഡലങ്ങളിലേക്കുള്ള കൊടി 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ദേശീയ നേതൃത്വത്തിന് ലഭിച്ച പരാതി ശരിവയ്ക്കുന്ന തെളിവുകളാണ് അച്ചടക്ക സമിതി അംഗം കൂടിയായ ട്രഷറർ ഇ കൃഷ്ണദാസിന് ലഭിച്ചത്. അതും ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന്. തിരുവനന്തപുരത്തെ എ ഏജൻസീസ് എന്ന പേരിലാണ് ഇൻവോയ്സ്. GST നമ്പറുള്ള ഇൻവോയ്സാണ്. 2 തരം കൊടികൾ 5000 എണ്ണം വീതം വിറ്റു. ആകെ 10000 പാർട്ടി കൊടികളാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് വിറ്റത്. വില 3,25,000 രൂപയ്ക്ക്. എ ഏജൻസീസ് കൊടി പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനമാണോ? GST നമ്പർ വെച്ച് മാതൃഭൂമി ന്യൂസ് പരിശോധിച്ചു. എവിടെയുള്ള ആരുടെ സ്ഥാപനമാണ്? തട്ടിപ്പ് നടത്താനുള്ള വലിയ പ്ലാൻ ആയിരുന്നുവെന്ന് ബോധ്യമായി. വാമനപുരത്തെ എ ഏജൻസീസിന്റെ പേരിലുള്ള ഇൻവോയ്സിലെ മൊബൈൽ നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു. പലചരക്ക് കടയാണ്, കൊടിയച്ചടിക്കുന്ന ഏജൻസിയല്ല. തമാശ എന്താണെന്നോ, ബി.ജെ.പിയുടെ വാമനപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രമദചന്ദ്രന്റെ സ്ഥാപനമാണിത്. ഹലോ, എ ഏജൻസീസ് ആണോ? അതെ, തന്നെ. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് വേണ്ടി 10000 കോടി പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? നമുക്കില്ല. അത് ഫുഡ് ഐറ്റങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത്. ആട്ട, മൈദ, റവ, എണ്ണ ഐറ്റങ്ങൾ, സോപ്പ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ സപ്ലൈ ഉള്ളൂ. പക്ഷേ GST നമ്പർ വരുന്നത് നിങ്ങളുടെയാണ് കാണിക്കുന്നത്. GST നമ്പർ നമ്മളെ ബോർഡിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയായിരിക്കും എന്റെ നമ്പർ യൂസ് ചെയ്തത്. വ്യാജ ബില്ലുണ്ടാക്കാൻ നമുക്ക് അങ്ങനത്തെ ബില്ലേ ഇല്ല. നമുക്ക് എഴുതുന്ന ബില്ല് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു ഏജൻസിയാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണ്? ഞാൻ ബി.ജെ.പിയുടെ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആണ്. പരാതി കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും? സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നിൽക്കുന്നു. സംസ്ഥാന അധ്യക്ഷന് പരാതി മെയിൽ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. അത് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. താൻ അറിയാതെ തന്റെ സ്ഥാപനത്തിന്റെ പേരുപയോഗിച്ച് ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നതറിഞ്ഞപ്പോഴുള്ള ഞെട്ടലാണ് ബി.ജെ.പിയുടെ വാമനപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി. തന്നെ രാഷ്ട്രീയമായും വേട്ടയാടാനുള്ള ഒരു നീക്കമായും അദ്ദേഹം കാണുന്നു. അപ്പോഴും ഇതുവരെ പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ മാത്രമുണ്ടായിരുന്ന ഒരു പരാതി പോലീസിന്റെ മുന്നിലേക്ക് കൂടി എത്തുന്ന തലത്തിലായി. ക്യാമറമാൻ നെല്ലേമുരുകനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.